ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ സൂചനയാണ് നൽകുന്നത്. തന്ത്രങ്ങളുടെയും ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങളുടെയും കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്നതാണ്. പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, മറിച്ച് 18 അടി കുതിച്ചു ചാടാനാണെന്ന ചലച്ചിത്ര ശൈലിയിലുള്ള പ്രയോഗങ്ങൾ ഇന്ന് രാഷ്ട്രീയ വാർത്തകളിൽ നിറയുന്നത് വെറുതെയല്ല. ഒരു സിംഹം കാട്ടിൽ ഒന്നിരുന്ന് ചിന്തിച്ചാൽ അടുത്തത് ഒരു വലിയ വേട്ടയ്ക്കുള്ള പുറപ്പാടാണെന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കും. ചിലർ വിചാരിച്ചു പാർലമെന്റിൽ വെറുതെ ബഹളമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ വികസന പദ്ധതികളെ തടസ്സപ്പെടുത്തിയാൽ ഈ സർക്കാരിനെ വീഴ്ത്താൻ കഴിയുമെന്ന്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഒച്ചപ്പാടുകൾക്കും തടസ്സവാദങ്ങൾക്കും മുന്നിൽ തളരാതെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ കടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നരേന്ദ്രമോദി സർക്കാർ ഒരുങ്ങുന്നത്. ഞാൻ ഒരു തവണ പറഞ്ഞാൽ അത് 100 തവണ പറഞ്ഞതിന് തുല്യമാണ്. അതുപോലെ അന്ന് പാർലമെന്റിന്റെ മോദിജി രാജ്യത്തിന് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. പ്രതിസന്ധികൾക്ക് മുന്നിൽ അദ്ദേഹം എടുത്ത ആ ഭീഷ്മ ശപഥം പൂർണ്ണമാകാൻ പോകുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒരേപോലെ മാറ്റിമറിക്കാൻ പോകുന്ന ആ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നടക്കുന്നത്? എന്താണ് പ്രതിപക്ഷം ഇത്രയധികം പേടിക്കാൻ കാരണം? നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് സംഭവമെന്ന് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. മുൻപ് പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാർ ഒരു സുപ്രധാന ബില്ല് കൊണ്ടുവന്നിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന, അവർക്ക് രാഷ്ട്രീയത്തിൽ കൃത്യമായി പങ്കാളിത്തം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബില്ല്. എന്നാൽ അന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്ന ചില സ്ത്രീ വിരുദ്ധ ശക്തികൾ, വികസന വിരുദ്ധ ശക്തികൾ എല്ലാം കൂടി ഒത്തുചേർന്ന് ആ ബില്ലിനെ എതിർത്ത് തോൽപ്പിച്ചു. ബില്ല് പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷ ചേരിയിൽ വലിയ ആഘോഷമായിരുന്നു. അവർ മധുരം വിതരണം ചെയ്തു, മോദിയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അട്ടഹസിച്ചു. എന്നാൽ അന്ന് ആ വിരുദ്ധ ശക്തികൾ ആഘോഷിച്ചപ്പോൾ മോദിജി തളർന്നില്ല. അദ്ദേഹം രാജ്യത്തോടായി, പ്രത്യേകിച്ചും ഭാരതത്തിലെ ശക്തിയുടെ രൂപമായ വനിതകളോട് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. പൂർവാധികം ശക്തിയോടെ, ഇരട്ടി പ്രൗഢിയോടെ ഞാൻ ഈ ബില്ല് വീണ്ടും സഭയിൽ കൊണ്ടുവരും. ഇത് ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ഭീഷ്മ ശബ്ദമാണ് ഇതാ വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സഭയിൽ അന്ന് തടസ്സപ്പെടുത്തിയ വനിതാ സംവരണ ബില്ല് ഇന്ന് അതേ പ്രൗഢിയോടെ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാൻ സർക്കാർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതിനൊപ്പം മറ്റൊരു ഇതും കൂടി വെക്കുന്നുണ്ട്. അതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ഒപ്പം മണ്ഡല പുനർനിർണയവും വരികയാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒരേപോലെ മാറ്റി എഴുതാൻ പോകുന്ന 2 മഹാബില്ലുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഒന്ന്, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വനിതാ സംവരണ ബില്ല്. 2, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രീതികളെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. മുൻപ് ഈ ബില്ലുകളെ ദേശീയവിരുദ്ധ ശക്തികളും ചില പ്രതിപക്ഷ കക്ഷികളും ചേർന്ന് പാർലമെന്റിൽ തറപറ്റിക്കാൻ നോക്കിയതാണ്. എന്നാൽ അന്ന് തോറ്റവർ ആഘോഷിച്ചപ്പോൾ മോദിജി ശാന്തനായിരുന്നു. പൂർവാധികം പ്രൗഢിയോടെ, ഇരട്ടി ശക്തിയോടെ ഞാനിത് നടപ്പിലാക്കുമെന്ന് അന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ആ വാക്കാണിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഒരു വശത്ത് വനിതാ സംവരണ നിയമമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ഇന്ത്യയിലെമ്പാടും ഒരൊറ്റ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ ബില്ലുകളെയും സർക്കാരിന്റെ നയങ്ങളെയും ഏറ്റവും ശക്തമായി എതിർത്ത നേതാക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് മമതയുടെ കാര്യം തന്നെ പരിശോധിക്കാം. സ്വയം അടുത്ത പ്രധാനമന്ത്രിയാകാൻ കോട്ടുമിട്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പടവുകൾ മാറി മാറി കയറിയ മമതയെ ഇന്ന് കൊൽക്കത്ത ഹൈക്കോടതിയുടെ മുന്നിൽ നാം കാണുന്നത് എന്തൊരു ദയനീയ അവസ്ഥയിലാണ്. പ്രതിപക്ഷ സ്ഥാനമെങ്കിലും ഒന്ന് തരണേ എന്ന് യാചിക്കുന്ന രൂപത്തിൽ കേരളത്തിലെ ചില ചാനലുകൾ ഈ മമതയുടെ പുറകെ ക്യാമറയും തൂക്കി നടന്ന് എന്തൊക്കെ തത്സമയ പുകഴ്ത്തലുകളായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോൾ മമതയുടെ അവസ്ഥ ഗതികിട്ട പ്രേതം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്. ജനങ്ങൾ അവരെ കൈവിട്ടു കഴിഞ്ഞു. ഇനി അടുത്തതായി MK സ്റ്റാലിന്റെ അവസ്ഥ നോക്കാം. എന്തൊക്കെയായിരുന്നു മുൻപ് വലിയ തള്ളലുകൾ. രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നു, പരസ്യമായി മുത്തം നൽകുന്നു, എൻ്റെ സ്വന്തം സഹോദരൻ എന്ന് വിളിച്ച് നെഞ്ചോട് ചേർക്കുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? സിനിമയിൽ നിന്ന് വിജയ് എന്ന നടൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഒന്ന് കണ്ണുരുട്ടി കാണിച്ചപ്പോഴേക്കും 50 വർഷത്തെ ദ്രാവിഡ പാരമ്പര്യവും ആത്മബന്ധവും വലിച്ചെറിഞ്ഞ് സ്റ്റാലിൻ അങ്ങോട്ട് ഓടുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ വന്ന സമസ്താപരാധവും പൊറുക്കണേ എന്ന് പറഞ്ഞ് മോദിയുടെ മുന്നിൽ കയ്യും കെട്ടി നിൽക്കേണ്ട അവസ്ഥയിലാണ് സ്റ്റാലിൻ. ഇതാണ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ പരമാവധി ആയുസ്.
ഇനി നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യം നോക്കൂ. അഹങ്കാരത്തോടെയും രാജ്യവിരുദ്ധമായ രീതിയിലും സംസാരിക്കുന്ന രാഹുൽജിക്കുള്ള ഒന്നാന്തരം മരുന്ന് അലഹാബാദ് കോടതിയിൽ വളരെ കൃത്യമായി ഒരുങ്ങുന്നുണ്ട്. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയുന്നത് പോലെ നിയമത്തിന്റെ വഴിയിലൂടെ വരാൻ പോകുന്ന ആ പണി താങ്ങാനുള്ള ശേഷി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ രാജ്യം കാണാൻ പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. കാരണം രാഷ്ട്രീയത്തിൽ വൈകാരികത മാത്രമല്ല, കണക്കുകളും പ്രധാനമല്ലേ. ഭരണഘടനാ ഭേദഗതി ചെയ്യാനും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പോലെയുള്ള ബില്ലുകൾ പാസ്സാക്കാനും പാർലമെന്റിന്റെ ഇരുസഭകളിലും 2/3 ഭൂരിപക്ഷം വേണം. അത് മോദി സർക്കാരിന് എങ്ങനെ ലഭിക്കുമെന്ന് സംശയമുള്ളവർ ഈ കണക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം നമുക്ക് രാജ്യസഭയിലെ കാര്യം നോക്കാം. നിലവിൽ 5 സീറ്റുകൾ ഒഴിവുള്ളതിനാൽ രാജ്യസഭയിലെ അംഗബലം 240 ആണ്. ഇതിൽ 2/3 ഭൂരിപക്ഷം കിട്ടാൻ 160 വോട്ടുകൾ വേണം. എന്നാൽ നിലവിലെ അവസ്ഥയിൽ NDA സഖ്യത്തിനും ഒപ്പം YSR കോൺഗ്രസ്, UPPL, BJD, DMK തുടങ്ങിയ കക്ഷികളുടെ പിന്തുണയോടെ സർക്കാരിന് 168 വോട്ടുകൾ സുഖമായി സമാഹരിക്കാൻ കഴിയും. സംശയമാണെങ്കിൽ ഇരുന്ന് കൂട്ടി നോക്കാവുന്നതാണ്. ഇനി ലോക്സഭയിലെ കണക്ക് നോക്കൂ. 3 ഒഴിവുകൾ കഴിഞ്ഞ് നിലവിലെ അംഗബലം 540 ആണ്. ഇവിടെ 2/3 ഭൂരിപക്ഷത്തിന് 360 സീറ്റുകൾ വേണം. നിലവിൽ NDA സഖ്യത്തിനും YSR കോൺഗ്രസിനുമൊപ്പം തൃണമൂൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും കൂടിയായി 316 സീറ്റുകളുടെ ശക്തമായ പിൻബലമുണ്ട്. ഇവിടെയും തീർന്നില്ല. ഇതിനു പുറമെ രാജ്യത്തിന്റെ വികസനത്തിന് ഒപ്പം നിൽക്കാൻ നിർബന്ധിതരാകുന്ന DMK, ഉദ്ധവ് സേന, ശരത് പവാറിന്റെ NCP തുടങ്ങിയ പ്രാദേശിക കക്ഷികളുടെ പിന്തുണ കൂടി ചേരുമ്പോൾ ലോക്സഭയിലും 360 എന്ന മാന്ത്രിക സംഖ്യ സർക്കാർ സുഗമമായി മറികടക്കും. പ്രതിപക്ഷം എത്രയൊക്കെ വെച്ചാലും ഈ ബില്ലുകൾ നിയമമാകുന്നത് തടയാൻ അവർക്ക് കഴിയില്ല. ഇനി എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇത് സാധിക്കുന്നത്? ദേശവിരുദ്ധരെ നിങ്ങളൊന്നും മനസ്സിലാക്കണം. നരേന്ദ്രമോദിയുടെ മുതുമുത്തച്ഛന്മാരോ ഒന്നും രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി ആയിരുന്നില്ല. അദ്ദേഹം ജനിച്ചു വളർന്നത് കൊട്ടാരങ്ങളിലെ സ്വർണ്ണത്തൊട്ടിലുമല്ല. സാധാരണക്കാരന്റെ ദാരിദ്ര്യം അറിഞ്ഞു വളർന്ന മനുഷ്യനാണ്. എന്നാൽ ഒന്നുണ്ട്, മറ്റാർക്കുമില്ലാത്ത ഒന്ന് അദ്ദേഹത്തിനുണ്ട്. അതാണ് ഈ ഭാരത മണ്ണറിഞ്ഞുള്ള ജീവിതാവസ്ഥയും ജനങ്ങളോടുള്ള സ്നേഹവും. അധികാര കസേരകൾക്ക് വേണ്ടിയല്ല, ഈ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതിന് ഈ മണ്ണിന്റെ മക്കളായി തന്നെ ജനിക്കണം. അല്ലാതെ വിദേശത്ത് പോയി രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന രാജകുമാരന്മാർക്ക് അത് മനസ്സിലാകില്ല. ഭാരതത്തിലെ ജനങ്ങൾ ഇന്ന് പൂർണ്ണമായും ബോധമുള്ളവരാണ്. വികസന പദ്ധതികളെയും വനിതാ സംവരണം പോലെയുള്ള ചരിത്രപരമായ നിയമങ്ങളെയും പാർലമെന്റിൽ തടസ്സപ്പെടുത്താൻ നോക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഈ നിഷേധാത്മക രാഷ്ട്രീയം ജനങ്ങൾ എന്നേക്കുമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം രാജ്യത്തിന്റെ പുരോഗതിയേക്കാൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും രാഷ്ട്രീയ നിലനിൽപ്പിനും മുൻഗണന നൽകുന്ന രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇനി ഈ മണ്ണിൽ ആയുസ്സുണ്ടാകില്ല. അലഹാബാദ് കോടതിയിൽ നിന്നടക്കം വരാനിരിക്കുന്ന നിയമപരമായ കടുത്ത തിരിച്ചടികൾ അവരുടെ രാഷ്ട്രീയ ഭാവിയെ കൂടുതൽ അഗാധമായ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിടാൻ പോകുന്നത്. പണി വരുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് വെറുതെയല്ല, അത് ഈ ജനവികാരത്തിന്റെ കൃത്യമായ പ്രതിഫലനമാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രയാണത്തെ തടയാൻ ഒരു ദേശവിരുദ്ധ ശക്തികൾക്കും കഴിയില്ല. സ്വർണ്ണത്തൊട്ടിലിൽ കിടന്നു വളർന്ന പാരമ്പര്യമില്ലെങ്കിലും ഈ മണ്ണറിഞ്ഞു വളർന്ന സാധാരണക്കാരന്റെ ദാരിദ്ര്യം മറഞ്ഞ അവരെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പോലെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് ഭാരതം അതിവേഗം കുതിക്കുകയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതിപ്പണം ലാഭിക്കാൻ സഹായിക്കുന്ന ഈ പദ്ധതിയും പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട് കിടന്ന സ്ത്രീകളുടെ രാഷ്ട്രീയ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന വനിതാ സംവരണവും യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ എന്നേക്കുമായി മാറ്റിമറിക്കപ്പെടും. അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഉറപ്പിച്ചു പറയാം, പ്രതിപക്ഷം ഇനി എത്രയൊക്കെ അലറി വിളിച്ചിട്ടും ഒരു കാര്യവുമില്ല. കാരണം ഇതാ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം പറഞ്ഞത് നടപ്പിലാക്കി. ആ ഒച്ചപ്പാടുകളെയും കുപ്രചാരണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പാർലമെന്റിൽ ആവശ്യമായ 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കി മോദി സർക്കാർ ഈ ചരിത്ര ബില്ലുകൾ പാസ്സാക്കിയെടുക്കുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമില്ല. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ യഥാർത്ഥ ജനവികാരം പ്രതിഫലിക്കുന്നത് തടയാൻ ആർക്കും കഴിയില്ല എന്ന് വരും ദിവസങ്ങളിൽ ലോകത്തിന് മുന്നിൽ തെളിയിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.